മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ആരംഭിച്ചു. മലപ്പുറം പാണക്കാട് പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളൊപ്പം UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഈ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുക. ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, വോട്ടെടുപ്പ് ആരംഭിച്ചോ? അരുൺ, വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. പതിവ് പോലെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷമായിരിക്കും UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി വോട്ട് രേഖപ്പെടുത്തുക. പാണക്കാട് AKM-LP സ്കൂളിലാണ് ഇരുവർക്കും വോട്ടുള്ളത്. അതുപോലെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്താൻ ഇവിടെ എത്തും. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ കുടുംബവും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തിൽ എത്തിയിട്ടുണ്ട്. 97-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വലിയ ഒരു തിരക്ക്, പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഒരു തിരക്ക് രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ബൂത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 71.21% വോട്ടിംഗ് നില. എന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ 74% ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണ അതിന് മുകളിലേക്ക് പോകുമെന്ന ഒരു പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെല്ലാം മുന്നോട്ട് വെക്കുന്നത്. പ്രചാരണ രംഗത്തുണ്ടായിരുന്ന സജീവതയും ഒപ്പം PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നു എന്ന ഒരു കാരണവും പോളിംഗ് ഉയരുമെന്ന ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ കൂടിയായിരുന്നാൽ, തുടർച്ചയായ അവധി ദിവസങ്ങൾ കൂടി ആയതിനാൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനുള്ള ഒരു ശ്രമം ആളുകൾ നടത്തുന്നുണ്ട് എന്നാണ് കരുതുന്നത്. രാവിലെ തന്നെ വലിയൊരു തിരക്ക്, പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വലിയ തിരക്ക് നമുക്ക് പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇതേ ബൂത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി MB ഫൈസലിന് ഈ മണ്ഡലത്തിൽ വോട്ടില്ല. NDA സ്ഥാനാർത്ഥിക്ക് വോട്ടുള്ളത് മലപ്പുറം പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി ALP സ്കൂളിലാണ്. 8 മണിക്ക് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തും. നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ പെരിന്തൽമണ്ണയിലാണ് വോട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ കുടുംബം വോട്ട് രേഖപ്പെടുത്താനായി വരുന്നു. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങി. പാണക്കാട് ബൂത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖർ ഈ മണ്ഡലത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക. ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി അതിനുശേഷം പുറത്ത് എത്തിയ കാഴ്ചയാണ് കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പാണക്കാട് ബൂത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. പാണക്കാട് പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് കണ്ടത്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള പ്രമുഖർ ഈ പാണക്കാട് പോളിംഗ് ബൂത്തിൽ എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഉള്ള ദൃശ്യങ്ങൾ കൂടിയാണ്, പാണക്കാട് ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നിലവിൽ കാണുന്നത്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലങ്ങൾ
ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ്. ആകെ വോട്ടർമാർ 13 ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത്. 2 ലക്ഷത്തോളം പുതിയ വോട്ടർമാരാണ് നിലവിലുള്ളത്. മണ്ഡലങ്ങൾ തിരിച്ചുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ്, കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിംഗ് ശതമാനം അടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് നിലവിൽ സ്ക്രീനിൽ കാണുന്നത്. ഈ 2 ലക്ഷത്തോളം വോട്ടർമാർ കൂടി വളരെ നിർണായകമായ ഒരു ഘടകമാകും ഇത്തവണ എന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മങ്കട, പെരിന്തൽമണ്ണ, വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ലീഗിന് വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. വലിയ അട്ടിമറിയിലൂടെ ഇത്തവണ മലപ്പുറം ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാം എന്ന പൊതുധാരണ കൂടിയാണ് LDF ഇക്കാര്യത്തിൽ ഉള്ളത്. ആ വലിയ പ്രതീക്ഷ അവർ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം 2 ലക്ഷത്തിലേക്ക് എത്തിക്കുക എന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പിന് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. 40 ഗ്രാമപഞ്ചായത്തുകളിലും 4 നഗരസഭകളിലും ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ 7 ലോക്സഭാ മണ്ഡലങ്ങളെ പാണക്കാട് ബൂത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുമൊപ്പം പാണക്കാട് തങ്ങളും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തെത്തി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഭൂരിപക്ഷം വലിയ തരത്തിൽ ഉയരും എന്ന പൊതു പ്രതീക്ഷയാണ് രണ്ടുപേരും, പാണക്കാട് തങ്ങളുമൊപ്പം PK കുഞ്ഞാലിക്കുട്ടിയും പൊതുവിൽ പ്രതീക്ഷിക്കുകയും അങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 1175 വോട്ടിംഗ് കേന്ദ്രങ്ങളാണ് ഉള്ളത്. 13 ലക്ഷത്തോളം വോട്ടർമാരാണ് വോട്ട് ചെയ്യാനെത്തുന്നത്. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പോളിംഗ് പെർസെൻറ്റേജ്, വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും എന്ന പ്രതീക്ഷ കൂടിയാണ് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടല്ലോ, എന്താണ് പുതിയ വിവരങ്ങൾ? കാണാൻ കഴിയുന്നത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ആദ്യം വോട്ട് രേഖപ്പെടുത്തി. PK കുഞ്ഞാലിക്കുട്ടി, UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് AKMLP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 97 നമ്പർ ബൂത്തിൽ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തടങ്ങൾ തുടങ്ങിയ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇതേ ബൂത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ കണ്ടിരുന്നതിനേക്കാളെല്ലാം വ്യത്യസ്തമായി വലിയ ഒരു ഭൂരിപക്ഷം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. 71.21% കഴിഞ്ഞ തവണ പോളിംഗ് ശതമാനമുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ ഒരു പോളിംഗ് നില ഉയരും. അത് UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുമെന്ന പ്രതീക്ഷയാണ് PK കുഞ്ഞാലിക്കുട്ടി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പങ്കുവെച്ചത്. കഴിഞ്ഞ മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോളിംഗ് നില ഉയരുന്നത് UDFന് അനുകൂലമാകുമെന്നൊരു വിലയിരുത്തലാണ് കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത്. എന്നാൽ എത്ര ഭൂരിപക്ഷം ഉണ്ടാവുമെന്നതിന് അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. കഴിഞ്ഞ തവണ 1,94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അതിനുണ്ടായിരുന്നത്. അതിന് മുകളിൽ 2 ലക്ഷത്തിന് മുകളിൽ ഒരു ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു അട്ടിമറി വിജയം LDFും പ്രതീക്ഷിക്കുന്നുണ്ട്. LDF നല്ല പ്രചരണ രംഗത്ത് നല്ല സജീവമായിരുന്നു എന്ന് PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിരുന്നത് പോലെ നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം എന്തായിരിക്കും എന്ന് അതല്ലെങ്കിൽ വിജയം ആർക്കായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും മുനവ്വർ അലി തങ്ങളുമെല്ലാം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സ്കൂളിന് പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ്. രാവിലെ മുതൽ ഈ സ്കൂളിൽ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ മണ്ഡലത്തിലുള്ള 7 അസംബ്ലി മണ്ഡലത്തിൽ ആഗ്രഹമുള്ളത്. മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലെല്ലാം വലിയ തിരക്ക് ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രാവിലെ തന്നെ 6 മണി മുതൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വലിയൊരു തിരക്ക് നമുക്ക് പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അരുൺ. KT
ടി സ്വാലിഹാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാണക്കാട് ബൂത്തിൽ നിന്ന് പോളിംഗ് ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. വോട്ടെടുപ്പ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പാണക്കാട് ബൂത്തിലാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുമൊപ്പം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്തത്. അതിനുശേഷം അവർ പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ടിരുന്നു. പോളിംഗ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ പോളിംഗ് പെർസെൻറ്റേജ് ഉയരും എന്ന പൊതുപ്രതീക്ഷയാണ് PK കുഞ്ഞാലിക്കുട്ടി പങ്കുവെച്ചത്. ഒപ്പം ഭൂരിപക്ഷം വലിയ തരത്തിൽ ഉയരും എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. 1175 വോട്ടിംഗ് കേന്ദ്രങ്ങളിലും വോട്ടെടുപ്പ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. 1175 വോട്ടിംഗ് കേന്ദ്രങ്ങളാണുള്ളത്. 13 ലക്ഷത്തോളം വോട്ടർമാരുമാണ് ഉള്ളത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ആരംഭിച്ചു. മലപ്പുറം പാണക്കാട് പോളിംഗ് ബൂത്തിലാണ് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നിലവിൽ കാണുന്നത്. 1175 വോട്ടിംഗ് കേന്ദ്രങ്ങളാണ് 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി ഉള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 13 ലക്ഷത്തോളം വോട്ടർമാരും ഉണ്ട്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ആകെ 13 ലക്ഷത്തോളം വോട്ടർമാരാണ്. 1175 പോളിംഗ് ബൂത്തുകളാണ് ഈ വിവിധ ഇടങ്ങളിലായി ഉള്ളത്. എന്തായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വിവിധ മണ്ഡലങ്ങളിൽ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്താനായി നിലവിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. പാണക്കാട് പോളിംഗ് ബൂത്തിൽ നിന്നുള്ള നേരത്തെ ഉള്ള ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. 7 മണിയോടുകൂടി തന്നെ അദ്ദേഹം പാണക്കാട് ബൂത്തിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. തുടർന്ന് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം സമ്മതിദാനം വിനിയോഗിച്ചു. ഇപ്പോൾ PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കുട്ടൻ, വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഈ ആദ്യ മിനിറ്റുകളിൽ? അരുൺ, വോട്ടെടുപ്പ് ആരംഭിച്ച് ഏതാണ്ട് 20 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും അത്യാവശ്യം ആൾക്കാർ രാവിലെ മുതൽ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. മലപ്പുറം നഗരത്തിലെ 103-ാം നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു 10-15 പേർ ഇപ്പോൾ ക്യൂവിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു അവസ്ഥ തന്നെയാണ്. രാവിലെ തന്നെ 5:30 മുതൽ തന്നെ ഇവിടെ ആൾക്കാർ എത്തുന്നുണ്ടായിരുന്നു. 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചതെങ്കിലും വളരെ നേരത്തെ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വോട്ടർമാർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ഇവിടെ വളരെ പരിമിതമായ വോട്ടർമാരാണ് മാത്രമാണുള്ളത്. 648 പേരാണ് ഈ 104-ാം നമ്പർ ബൂത്തിൽ ഉള്ളത്. ഈ ബൂത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീ സൗഹൃദ ബൂത്താണ്. ഇവിടുത്തെ പോളിംഗ് ജീവനക്കാർ മുഴുവൻ, ഇലക്ഷൻ ചുമതലയ്ക്ക് വേണ്ടി എത്തിയ ജീവനക്കാർ മുഴുവൻ വനിതാ ജീവനക്കാരാണ്. അത്തരമൊരു പ്രത്യേകത ഈ 104-ാം നമ്പർ ബൂത്തിനുണ്ട്. തൊട്ടടുത്തുള്ളത് 103-ാം നമ്പർ ബൂത്താണ്. ഇവിടെ 1200 പേരാണ് വോട്ട് രേഖപ്പെടുത്താൻ ഉള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ബൂത്ത്. പക്ഷേ ആ ബൂത്തിനകത്ത് കാര്യമായ തിരക്കോ അല്ലെങ്കിൽ വോട്ടർമാരുടെ നിരയൊന്നും കാണുന്നില്ല. 1-2 വോട്ടർമാർ ഇടയ്ക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്നൊരു കാഴ്ചയാണ് 103-ാം നമ്പർ ബൂത്തിൽ കാണുന്നത്. നഗരപ്രദേശമായിട്ട് പോലും 104-ാം നമ്പർ ബൂത്തിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. തൊട്ടടുത്തുള്ള MSP സ്കൂളിലെ ബൂത്തിനകത്തായാലും മറ്റ് നഗരത്തിലെ ബൂത്തുകൾക്കകത്തൊക്കെ ഏതാണ്ട് ഇതിന് സമാനമായ കാഴ്ച തന്നെയാണുള്ളത്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണെന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അവിടങ്ങളിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. അരുൺ, പൊതുവിൽ ഈ 1175 വോട്ടിംഗ് കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഒരു വോട്ടിംഗ് ശതമാനം ഇത്തവണ ഉയരുമെന്ന പൊതുപ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ആദ്യ മിനിറ്റുകൾ അത് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും എങ്ങനെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് കൂട്ടൻ? അരുൺ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വോട്ടിംഗ് ആരംഭിച്ച് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് പോളിംഗ് ശതമാനം ഏത് രീതിയിലേക്കാകുമെന്ന് സംബന്ധിച്ച് നമുക്കൊരു വിലയിരുത്തൽ നടത്താൻ പറ്റില്ല. പക്ഷേ പൊതുവിൽ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായി ഈ മണ്ഡലത്തെ ഇളക്കി മറിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു LDF-ൻ്റെയും UDF-ൻ്റെയും NDA-യുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ഏറ്റവും അവസാനത്തെ അണികളെയും പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അതിനനുസരിച്ച് പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. കഴിഞ്ഞ തവണ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.26%
പോളിംഗ് ഈ മലപ്പുറം മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇത്തവണ അതിൽ നിന്നും കുറച്ച് വർദ്ധിക്കുമെന്നതാണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ. അതിനുള്ള ഒരു ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ നടത്തിയിരുന്നു, മുന്നണികളൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടർമാർ കൂടുതലായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കനത്ത സുരക്ഷാ സംവിധാനമാണ് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. 2500-ലധികം പോലീസുകാരെയും 4 കമ്പനി കേന്ദ്ര സേനയെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. 1175 പോളിംഗ് ബൂത്തുകളാണ് മൊത്തത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 49 ബൂത്തുകളാണ് പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിലും കനത്ത സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ LDF സ്ഥാനാർത്ഥി MB ഫൈസൽ ഈ ബൂത്തിലേക്ക് എത്തുമെന്നാണ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. വോട്ടർമാരെ നേരിൽ കാണുന്നതിന് വേണ്ടി അദ്ദേഹം രാവിലെ മുതൽ തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം വരെ അദ്ദേഹം ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ടർമാരെ സന്ദർശിക്കും. അരുൺ. PV കുട്ടൻ വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ആരംഭിച്ചു. രാവിലെ 7 തന്നെ പോളിംഗ് ആരംഭിച്ചു. മലപ്പുറം പാണക്കാട് ബൂത്തിലാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ സമ്മതിദാനം വിനിയോഗിച്ചത്, വോട്ട് രേഖപ്പെടുത്തിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. 1175 വോട്ടിംഗ് കേന്ദ്രങ്ങളാണ് ഉള്ളത്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ 13 ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത്. 2 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ ഇത്തവണ ഉണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് പെരിന്തൽമണ്ണയിലാണ്. 1,91,796 വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ മാത്രം ഉള്ളത്. പോളിംഗ് ശതമാനം ഇത്തവണ ഉയരും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും ഒപ്പം UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയും അവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഭൂരിപക്ഷം വലിയ തോതിൽ ഇത്തവണ ഉയരും എന്ന പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തത്. 2009 മലപ്പുറം ലോക്സഭാ മണ്ഡലം രൂപീകൃതമായത് മുതൽ ലീഗിന് ആയിരുന്നു ഇവിടെ ആധിപത്യം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. വലിയ തരത്തിലുള്ള അട്ടിമറി വിജയം ഇത്തവണ ഈ മണ്ഡലത്തിൽ MB ഫൈസലിലൂടെ നേടാം എന്നാണ് LDF പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഭൂരിപക്ഷം 2 ലക്ഷത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്നായിരുന്നു നേരത്തെ UDF പ്രഖ്യാപിച്ചിരുന്നത്. ഏറ്റവും ഒടുവിലായി വോട്ട് ചെയ്യുന്നതിന് ശേഷം പുറത്തെത്തിയ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹവും ആ പൊതുപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുകയും ചെയ്തത്. 40 ഗ്രാമപഞ്ചായത്തുകളിലും 4 നഗരസഭകളിലും ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വലിയ പ്രതീക്ഷയാണ് LDFന് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയാണ് വെക്കുകയും ചെയ്യുന്നത്. കാരണം ഒരു അട്ടിമറിയിലൂടെ മണ്ഡലം പിടിക്കാം എന്നെത്തുമ്പോൾ പോളിംഗ് ശതമാനം വോട്ടിംഗ് ശതമാനം ഉയർത്തുക, ഭൂരിപക്ഷം വലിയ തരത്തിൽ ഉയർത്തുക എന്ന പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മങ്കട, പെരിന്തൽമണ്ണ, വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഗിന് ഏറെക്കുറെ LDFന് വലിയ തരത്തിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇടത് വേരോട്ടമുള്ള മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലങ്ങൾ കൂടി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതീക്ഷ അവർ വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യാതൊരു തരത്തിലുള്ള ആശങ്കകൾക്കും ഇല്ല. ഭൂരിപക്ഷം 2 ലക്ഷത്തിലേക്ക് എത്തും എന്ന വലിയ പ്രതീക്ഷ ഏറ്റവും ഒടുവിലായി UDF കേന്ദ്രങ്ങളിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വോട്ടെടുപ്പ് രാവിലെ 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 1175 വോട്ടിംഗ് കേന്ദ്രങ്ങളാണ് നിലവിൽ ഉള്ളത്. 13.12 ലക്ഷം വോട്ടർമാരാണ് ഉള്ളത്. 13 ലക്ഷത്തിലധികം വോട്ടർമാർ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതീക്ഷയാണ് 3 മുന്നണികളും ഈ മണ്ഡലത്തിൽ വെച്ച് പുലർത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ 2017 ജനുവരി 14 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക അനുസരിച്ചുള്ള കണക്കുകൾ കൂടിയാണ് നിലവിൽ കാണുന്നത്. 13 ലക്ഷം വോട്ടർമാരാണ് നിലവിൽ ഉള്ളത്. ഇതിൽ 6,47,195 പേർ സ്ത്രീകളും 6,45,559 പേർ പുരുഷന്മാരാണ്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്
നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് മലപ്പുറം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം പെരിന്തൽമണ്ണയാണ്. 1,91,796 വോട്ടർമാരാണുള്ളത്. ഏറ്റവും കുറവുള്ളത് വേങ്ങരയിലാണ്, 1,65,822. ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ളത് പെരിന്തൽമണ്ണയിലാണ്, 98,693. ഏറ്റവും കുറവുള്ളത് വേങ്ങര മണ്ഡലത്തിലും. ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വിവിധ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പിന് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? അരുൺ, രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. രാവിലെ നല്ല തിരക്കും നമുക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായി നല്ല തിരക്ക് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. പാണക്കാട് AKMLP സ്കൂളിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി വോട്ട് രേഖപ്പെടുത്തി. കുഞ്ഞാലിക്കുട്ടിയുടെ കുടുംബവും അതോടൊപ്പം സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും എല്ലാം വോട്ട് രേഖപ്പെടുത്തിയത് ഇതേ സ്കൂളിൽ തന്നെയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് 10 മണിയോടെ പടപ്പറമ്പ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തും. LDF സ്ഥാനാർത്ഥി MB ഫൈസലിന് ഈ മണ്ഡലത്തിൽ വോട്ടില്ല. NDA സ്ഥാനാർത്ഥിക്ക് പാണ്ടിക്കാട് സ്കൂളിലാണ് വോട്ടുള്ളത്. അദ്ദേഹം 8 മണിയോടെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ മലപ്പുറം പെരിന്തൽമണ്ണ സ്കൂളിലാണ്, ഖാദർമല്ല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അദ്ദേഹം 8 മണിയോടെ വോട്ട് രേഖപ്പെടുത്തും. രാവിലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഒരു തിരക്ക് നമുക്ക് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 71.12% പോളിംഗ് ശതമാനമായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 74% ഉയർന്നിരുന്നു. അത് കൂടുതൽ ഉയരുമെന്ന ഒരു പ്രതീക്ഷ, പോളിംഗ് ശതമാനം ഉയരുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. ഇത് UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികരിച്ചത്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ കൂടിയാണ്, വിഷു ഈസ്റ്റർ അനുബന്ധിച്ചുള്ള അവധി ദിവസങ്ങൾ കൂടിയാണ്. അത് പോളിംഗിനെ ബാധിക്കുമെന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രാവിലെ നല്ല തിരക്ക് ഏതാണ്ട് എല്ലാ പോളിംഗ് ബൂത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീണ്ട വോട്ടർമാരുടെ നിര ഓരോ ബൂത്തുകളിലുമുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങളാണ് മണ്ഡലത്തിലുള്ളത്. എല്ലായിടത്തും UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും നല്ല മേൽക്കൈ ഉണ്ടായിരുന്നു. UDF MLA-മാരുള്ള മണ്ഡലങ്ങളാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്ത് നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു പ്രതീക്ഷ LDFനുണ്ട്. ഒരു അട്ടിമറി വിജയം ഉണ്ടാക്കാമെന്ന ഒരു പ്രതീക്ഷ LDFനുണ്ട്. ഇതിന് പ്രധാനമായും LDF കണക്ക് കൂട്ടുന്നത് ഈ മണ്ഡലത്തിൻ്റെ പ്രചാരണ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയം തന്നെയാണ്. വളരെ കുറഞ്ഞ ദിവസമാണ് പ്രചാരണത്തിന് ഉണ്ടായിരുന്നത്. ഒരു മാസത്തോളം നീണ്ടുനിന്ന ആവേശം നിറഞ്ഞ പ്രചാരണമായിരുന്നു. മുഴുവൻ നേതാക്കളും, മുന്നണികളുടെയും പാർട്ടികളുടെയും എല്ലാം സംസ്ഥാന നേതാക്കളും അതുപോലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ഒരു മാസമായി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ദിവസം മണ്ഡലത്തിലുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ 2 ദിവസം മണ്ഡലത്തിലുണ്ടായിരുന്നു. MA ബേബി, തോമസ് ഐസക് തുടങ്ങിയ നേതാക്കളും മന്ത്രിമാരുമെല്ലാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. UDFനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഏതാണ്ട് എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ മണ്ഡലത്തിലുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് MM ഹസൻ മണ്ഡലത്തിലുണ്ടായിരുന്നു. BJPക്ക് വേണ്ടി H രാജ, ദേശീയ സെക്രട്ടറി H രാജ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്തി പ്രചരണത്തിന് നേതൃത്വം നൽകി. ഓരോ മുക്കിലും മൂലയിലും എത്തി പ്രചരണം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനവും ഇതിനനുസരിച്ച് ഉയരാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടാവുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകൾ. എന്നാൽ LDF ഇത് ഇങ്ങനെയല്ല, ഒരു അട്ടിമറി വിജയമുണ്ടാവുമെന്ന ഒരു പ്രതീക്ഷ LDF നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 7% വോട്ടാണ് BJPക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഇത് ഇത്തവണ ഒരു 9%മെങ്കിലുമായി ഉയരാനുള്ള ഒരു സാധ്യത BJP നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ 1,94,000 ഭൂരിപക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇ അഹമ്മദിനുണ്ടായിരുന്നു. ഇത് ഉയർത്തുക എന്ന ഒരു പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി മത്സരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യ നേതാവാണ്, പകരക്കാരനില്ലാത്ത ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയർത്തുക എന്നത് ലീഗ് നേതാക്കൾ അത് കണക്ക് കൂട്ടുന്നുണ്ട്. അതിനുള്ള ഒരു പ്രവർത്തനം, വളരെ ആവേശം നിറഞ്ഞ ഒരു പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ അണികളിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഒപ്പത്തിനൊപ്പം പ്രചാരണ രംഗത്ത് LDF ഉണ്ടായിരുന്നു. സംഘടനാ സംവിധാനം ഉപയോഗിച്ച് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടുമല്ലാതെയും 6000-ഓളം കുടുംബയോഗങ്ങൾ LDF ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു പ്രതീക്ഷ LDFന് ഉണ്ട്. പ്രത്യേകിച്ച് UP തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും അതോടൊപ്പം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് നയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു. ഇത് LDFന് ഗുണം ചെയ്യുമെന്ന ഒരു കണക്കുകൂട്ടൽ LDF നേതാക്കൾക്കുണ്ട്. ഈ മണ്ഡലം നേരത്തെ മഞ്ചേരി മണ്ഡലമായിരിക്കെ അട്ടിമറി വിജയം TK ഹംസയ്ക്കുണ്ടായിരുന്നു. മലപ്പുറത്തെ അട്ടിമറികളുടെ ഒരു ചരിത്രം LDFന് പ്രതീക്ഷ നൽകുന്നതുമാണ്. മുസ്ലിം ലീഗിൻ്റെ കരുത്തരായ നേതാക്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദും PK കുഞ്ഞാലിക്കുട്ടിയും എല്ലാം മലപ്പുറത്ത് നേരത്തെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രതീക്ഷ LDFനും ഉണ്ട്. ഒരു അട്ടിമറി വിജയം ഉണ്ടാക്കാമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ 2 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് UDF നേതാക്കൾ പങ്കുവെക്കുന്നത്. അരുൺ. KT സ്വാലിഹാണ് വിവരങ്ങൾ. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് രാവിലെ തന്നെ ആരംഭിച്ചു. രാവിലെ 7 മണിയോടുകൂടി തന്നെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 1175 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും പാണക്കാട് ബൂത്തിലാണ് വോട്ട് ചെയ്തത്. പാണക്കാട് ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വലിയ തരത്തിൽ ഭൂരിപക്ഷം ഉയരും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തത്. 13.12 ലക്ഷം വോട്ടർമാരാണുള്ളത്. 1175 കേന്ദ്രങ്ങളാണുള്ളത്. 49 പ്രശ്ന ബൂത്തുകളും 31 പ്രശ്ന സാധ്യതാ ബൂത്തുകളുമാണ് നിലവിൽ ഉള്ളത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങളെല്ലാം വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. 35 മാതൃകാ ബൂത്തുകളും വനിതാ ഉദ്യോഗസ്ഥർ മാത്രമുള്ള 21 ബൂത്തുകളും നിലവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 4 കമ്പനി കേന്ദ്രസേന ഉൾപ്പെടെ വലിയ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. 49 പ്രശ്ന ബൂത്തുകളും 31 പ്രശ്ന സാധ്യതാ ബൂത്തുകളുമാണ് ഉള്ളത്. ഇവിടങ്ങളിലാണ് കൂടുതൽ സേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവി ദേവേഷ് കുമാർ ബെഹ്റയുടെ നേതൃത്വത്തിൽ 2300ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തുണ്ട്. ഇതിൽ 9 DYSPമാർ, 14 CIമാർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. 3 പാർട്ടി സ്ഥാനാർത്ഥികളും 6 സ്വതന്ത്രരും ഉൾപ്പെടെ 9 പേരാണ് മത്സര രംഗത്തുള്ളത്. വോട്ടെടുപ്പിനായി നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് 1175 വോട്ടിംഗ് കേന്ദ്രങ്ങളാണ്, പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരും നിലവിൽ ഡ്യൂട്ടിയിലുണ്ട്. 1175 വീതം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ 50% റിസർവ് മെഷീനുകളും ഇവിടങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി AK ലതീഷ് കൂടി ചേരുന്നു. ലതീഷ്, എങ്ങനെ പുരോഗമിക്കുന്നു നിലവിൽ പോളിംഗ്? അരുൺ, മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിൽ നല്ല നിലയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. നേരിയ ചാറ്റൽ മഴയുണ്ടെങ്കിലും ഇതൊന്നും വകവെക്കാതെ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പെരിന്തൽമണ്ണ ഖാദർമുല്ല AUP സ്കൂളിൽ 54-ാം നമ്പർ ബൂത്തിൽ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ 8:00 വോട്ട് രേഖപ്പെടുത്തും. ശ്രീരാമകൃഷ്ണൻ മാത്രമാണ് ഈ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളിലുള്ള ഒരു VIP വോട്ടർ എന്ന് നമുക്ക് പറയാവുന്ന വ്യക്തി. എന്തായാലും ഈ 2 മണ്ഡലങ്ങളിലും 177 ബൂത്തുള്ള പെരിന്തൽമണ്ണയിലും 172 ബൂത്തുള്ള മങ്കടയിലും ആദ്യ അരമണിക്കൂറുകൾ പിന്നിടുമ്പോൾ നല്ല നിലയിലുള്ള പോളിംഗ് തന്നെയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് മേൽക്കൈ ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. ഇടതുപക്ഷത്തിന് വലിയ അടിത്തറയുള്ള മണ്ഡലമാണ് പെരിന്തൽമണ്ണയും അതേപോലെ തന്നെ മങ്കടയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായ മണ്ഡലമാണ്. 1000 ചില്ലാനം വോട്ടിനാണ് മങ്കട മണ്ഡലം LDFന് നഷ്ടമാകുന്നത്. 400 ചില്ലാനം വോട്ടിനാണ് പെരിന്തൽമണ്ണ മണ്ഡലം LDFന് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ LDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 2 മണ്ഡലങ്ങൾ കൂടിയാണ് പെരിന്തൽമണ്ണ മങ്കട. എന്തായാലും വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നല്ല നിലയിലുള്ള പോളിംഗ് തന്നെ ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ.
ലതീഷ്, ഈ 180 പോളിംഗ് ബൂത്ത് ഏത് മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത്? അവിടെ പോളിംഗ് വൈകുന്നു എന്നൊരു വിവരം കൂടി നിലവിൽ ലഭിക്കുന്നുണ്ടല്ലോ. ലതീഷ് ഉള്ള മണ്ഡലത്തിലാണ്, ബൂത്തിലാണ് എങ്കിൽ എന്താണ് സംഭവിച്ചത്? ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്ന് മുതലുള്ള ബൂത്തുകൾ ആരംഭിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 177 ബൂത്തുകളാണ് പെരിന്തൽമണ്ണയിലുള്ളത്. 177 ബൂത്തുകളാണ് മങ്കട മണ്ഡലത്തിലുള്ളത്. ഇത്തരത്തിൽ നിലവിൽ പെരിന്തൽമണ്ണയിൽ നിന്നോ മങ്കടയിൽ നിന്നോ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടിംഗ് വൈകുന്നതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. 1175 ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ KT സ്വാലിഹ് കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ്, പോളിംഗ് ആരംഭിച്ച് ഏകദേശം 1 മണിക്കൂറോളം പിന്നിടുന്നു. ഈ ആദ്യ മിനിറ്റുകൾ എങ്ങനെയാണ്? അരുൺ, കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കൂടുതൽ വലിയ ഒരു തിരക്ക് നമുക്ക് രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും കാണാൻ കഴിയുന്നുണ്ട്. മഞ്ചേരി മണ്ഡലത്തിൽ തുറക്കൽ 92-ാം ബൂത്തിൽ ഇതുവരെ പോളിംഗ് തുടങ്ങിയിട്ടില്ല എന്നൊരു പരാതി കേൾക്കുന്നു. അതോടൊപ്പം വോട്ടിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്നാണ് ഇതുവരെ പോളിംഗ് തുടങ്ങാനാവാതിരുന്നത്. പകരം മൊത്തം വോട്ടിംഗ് യന്ത്രങ്ങളുടെ 50% റിസർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പകരം സംവിധാനം ഒരുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തിരക്ക് മലപ്പുറത്ത് നമുക്ക് ഓരോ പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിയുന്നുണ്ട്. അവധി ദിവസങ്ങൾ കൂടിയാണ്. വിഷു, ഈസ്റ്റർ തുടങ്ങിയതിൻ്റെ അവധി ദിവസങ്ങളുണ്ട്. എന്നാൽ അതൊന്നും പോളിംഗിനെ ബാധിച്ചിട്ടില്ല. രാവിലെ തന്നെ തിരക്കുണ്ട്. കടുത്ത ചൂട് കൂടുതലുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. രാവിലെ തന്നെ വലിയ തിരക്ക് എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ തിരക്കുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് 13.25 ലക്ഷം പേരാണ് ഇന്ന് പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നത്. കഴിഞ്ഞ തവണ 71.21% പോളിംഗ് പെർസെൻറ്റേജ്, വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ഇത് നിയമസഭയിലേക്ക് എത്തിയപ്പോൾ 74% ഉയർന്നിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയൊരു ആവേശമുണ്ടായി. വലിയ ഒരു തെരഞ്ഞെടുപ്പ്, വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നണികൾക്ക് ലഭിച്ചതെങ്കിലും വലിയ ഒരു ആവേശമുണ്ടാക്കാൻ മുന്നണികൾക്ക് സാധിച്ചിരുന്നു. മുഴുവൻ നേതാക്കളും, മുന്നണിയുടെ മുതിർന്ന നേതാക്കളെല്ലാം മണ്ഡലത്തിലിറങ്ങി വലിയൊരു ആവേശമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. ഇത് പോളിംഗ് ശതമാനത്തിലും ഇത് ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ അത് UDFന് ഗുണം ചെയ്യും എന്ന ഒരു കണക്കുകൂട്ടൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം PK കുഞ്ഞാലിക്കുട്ടി തന്നെ പങ്കുവച്ചു. ഞാൻ നിൽക്കുന്ന പാണക്കാട് GLP സ്കൂളിലെ ഈ ബൂത്തിലാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും എല്ലാം വോട്ട് രേഖപ്പെടുത്തിയത്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത് ഇവിടെ തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് തൊട്ടടുത്തുള്ള പടപ്പറമ്പ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തും. LDF സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ വോട്ടില്ല. NDA സ്ഥാനാർത്ഥി പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി സ്കൂളിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അദ്ദേഹം 8 മണിയോടെ വോട്ട് രേഖപ്പെടുത്താൻ ബൂത്തിലെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അരുൺ, അതായത് വോട്ടിംഗ് വൈകിയ 92-ാം ബൂത്തിൽ വോട്ടിംഗ് തുടങ്ങിയിട്ടില്ല എന്നാണ് സ്വാലിഹ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 180-ാം ബൂത്തിൽ വോട്ടിംഗ് വൈകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2 ബൂത്തുകളിൽ 1175 വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഉള്ളതിൽ ബാക്കിയുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ പൊതുവിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രശ്ന സാധ്യതാ ബൂത്തുകൾ, സാധ്യത പൂർണ്ണമായുള്ള ബൂത്തുകൾ അങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് 49 പ്രശ്ന ബൂത്തുകളും 31 പ്രശ്ന സാധ്യതാ ബൂത്തുകളും ഒക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് പൊതുവിൽ സമാധാനപരമായി തന്നെയല്ലേ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? അരുൺ, തെരഞ്ഞെടുപ്പിൻ്റെ ഈ ആദ്യ മണിക്കൂറിൽ വളരെ ശാന്തമായി തന്നെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 2 ബൂത്തുകളിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കണ്ടതാണ്. വലിയ തോതിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാവുന്നു, വോട്ടിംഗ് തടസ്സപ്പെടുന്നു. പിന്നീട് തൊട്ടടുത്ത ഒരു ദിവസം റീപോളിംഗ് നടത്തേണ്ട ഒരു സാഹചര്യം വരെ മലപ്പുറത്തുണ്ടായി. 100-ൽ പരം വോട്ടിംഗ് മെഷീനുകളാണ് വ്യാപകമായി അന്ന് കേടുവന്നത്. സമാനമായ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി
ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ അധികൃതർക്ക് കൂടുതൽ അവസരം ഇതിനുണ്ടായി. അതുകൊണ്ട് തന്നെ 50% വോട്ടിംഗ് മെഷീനുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇത്തരത്തിലുള്ള ഇത് നിരീക്ഷിക്കാനായി ഓരോ മണ്ഡലങ്ങളിലും 2 പേർ വീതം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 12 നിരീക്ഷകർ വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനായി പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരപ്പോൾ തന്നെ ഇക്കാര്യം അറിയിക്കും. പകരം മലപ്പുറത്ത് നിന്ന് മഞ്ചേരിയിൽ നിന്ന് വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടിംഗ് മെഷീൻ എത്തിക്കേണ്ട ഒരു കാലതാമസമാണ് ഉള്ളത്. ഈ 2 ബൂത്തുകളിലും ഉടൻ തന്നെ പോളിംഗ് മെഷീൻ എത്തും, പോളിംഗ് ആരംഭിക്കാനാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് വിവിധ മണ്ഡലങ്ങൾ കൊണ്ടോട്ടി, വള്ളിക്കുന്ന്, വേങ്ങര, മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട അടക്കമുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജുകൾ ആദ്യഘട്ടത്തിൽ നിലവിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ അതാണ് സ്ക്രീനിൽ കാണുകയും ചെയ്യുന്നത്. ഒരിടവേള. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളും പാണക്കാട് ബൂത്തിലാണ് വോട്ട് ചെയ്തത്. പാണക്കാട് പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അവർ. 2 ലക്ഷത്തോളം വലിയ തരത്തിൽ ഇത്തവണ ഭൂരിപക്ഷം ഉയരുമെന്ന പ്രതീക്ഷ കൂടി അവർ പങ്കുവച്ചു. ഇപ്പോൾ ആകെ 5% 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം. ഓരോ മണ്ഡലത്തിലെയും കണക്ക് പ്രത്യേകം വേർതിരിച്ച് നോക്കിയാൽ കൊണ്ടോട്ടിയിൽ 2.4%, വള്ളിക്കുന്നിൽ 1.5%, വേങ്ങരയിൽ 1%, മലപ്പുറത്ത് 1.5%, മഞ്ചേരിയിൽ 3.5%, മങ്കടയിൽ 1%, പെരിന്തൽമണ്ണ 3%. ആദ്യ 1 മണിക്കൂർ പിന്നിടുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ നിലവിൽ 5% പോളിംഗ് പെർസെൻറ്റേജ് എന്നതാണ് പ്രാഥമികമായ കണക്കുകൾ. എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? അരുൺ, മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സമാധാനപരമായാണ് ആദ്യത്തെ 1 മണിക്കൂർ പിന്നിട്ടതെന്ന് പറയാൻ വേണ്ടി പറ്റും. ചെറിയ ചില പ്രശ്നങ്ങൾ, വോട്ടിംഗ് യന്ത്രത്തിൽ തകരാർ കണ്ടതിനെ തുടർന്ന് ചില ബൂത്തുകളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ മലപ്പുറം നഗരത്തിൽ തന്നെയുള്ള MSP സ്കൂളിലെ ബൂത്തിനകത്ത് 109 നമ്പർ ബൂത്തിനകത്ത് വോട്ടിംഗ് മെഷീൻ തകരാറായതിനാൽ അവിടെ വോട്ടെടുപ്പ് അരമണിക്കൂർ വൈകിയാണ് ആരംഭിച്ചത്. 7:30 മുതലാണ് ഇവിടെ വോട്ടിംഗ് ആരംഭിച്ചത്. മറ്റ് സ്ഥലങ്ങളിലൊന്നും അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നഗരപ്രദേശങ്ങളിൽ വോട്ടർമാർ ഒറ്റയ്ക്കും തെറ്റേക്കുമായി വന്ന് വോട്ട് ചെയ്തു പോകുന്ന സ്ഥിതിവിശേഷമാണ് കാണപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിനകത്ത് മലപ്പുറം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 103, 104 ബൂത്തുകളാണ് ഈ പരിസര പ്രദേശങ്ങളിലായിട്ട് ഉള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നിരയുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ വോട്ടർമാരുടെ ഒരു നിര കാണുന്നില്ല. വോട്ടർമാർ 1ഉം 2ഉം ആളുമായി അത്തരത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോവുകയാണ്. എന്നാൽ വോട്ടിംഗ് ആരംഭിച്ച ഘട്ടത്തിൽ നല്ല ക്യൂ തന്നെ, വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ഈ പോളിംഗ് ബൂത്തുകളിൽ കാണാമായിരുന്നു. ഇതിന് തൊട്ടടുത്തുള്ള MSP സ്കൂളിനകത്ത് ഇപ്പോഴും നല്ല ക്യൂ ഉണ്ട്, വോട്ടർമാരുടെ ക്യൂ അവിടെ ഉണ്ട്. മറ്റ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ദൃശ്യമായിരുന്നു. വളരെ സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അനൗദ്യോഗിക വിവരങ്ങളനുസരിച്ച് ഏതാണ്ട് 5% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഔദ്യോഗികമായി 9 മണിക്ക് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ വോട്ടിംഗ് ശതമാനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. തുടരുക.